എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇയറിങ്ങും പെൻഡൻറ്റും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കതിന് വേണ്ടത് എയർഡ്രൈ ക്ലേ ആണ്. അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പാണ് ആദ്യം തന്നെ ഒന്ന് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ആദ്യം ചെയ്യുന്നുണ്ട്, എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി രണ്ട് സൈഡിലുമായിട്ടും ഇതേ രീതിയിൽ ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കത്തിയാണ്. നിങ്ങളുടെ കയ്യിൽ ക്ലേൻ്റെ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കത്തി കൊണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത്. അതവിടെ റെഡിയായി. ഇനി അത് ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു പിന്നുണ്ടല്ലോ, എന്താ പറയുന്നത്, ഈ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്യണമെന്നില്ല, ഇപ്പോൾ അത് ഡ്രൈ ആയതിനു ശേഷം പ്രസ് ചെയ്താൽ മതി. ഇനി ഇയറിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ക്ലേ മോഡലിംഗ് ടൂൾ വെച്ചിട്ടാണ്. അത് നമ്മൾ ക്ലേയിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റാർ കിട്ടും. പിന്നെ ഇതേപോലെ ഒരു ഉരുള എടുക്കുന്നുണ്ട്, ക്ലേ കൊണ്ട് തന്നെ ചെയ്തതാണ്. അതിലേക്കാണ് നമ്മൾ ആ കൊളുത്ത് പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, 2 കമ്മലിനും കൂടിയായിട്ട്. ഇത് നമുക്ക് അതിന് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആ സ്റ്റാർ ഉണ്ടാക്കിയില്ലേ നേരത്തെ, അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പെൻഡൻറ്റിന് മേലെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുട്ടിയാണ്. ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എയർഡ്രൈ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഫെവിക്കോളൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ക്ലേ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മേലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്, രണ്ടിൻ്റെ മേലെ, പെൻഡൻറ്റിൻ്റെയും ഇയറിങ്ങിൻ്റെ മേലെ. അത് ഉണങ്ങിയതിന് ശേഷം ട്രീൻ്റെ മേലെയായിട്ട് പേൾ ഗ്രീൻ കളറ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റാറിൻ്റെ മേലെ മെറ്റാലിക് കോപ്പറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പേരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്രീ പെയിൻറ്റിൻ്റെ മേലെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ആ ഡിസൈനിലോ അതിൻ്റെ മേലെയായിട്ട് റസ്റ്റ് കളർ ഉണ്ടല്ലോ, മെറ്റാലിക് റസ്റ്റ്, ആ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു പെൻഡൻ്റാണ് ക്രിസ്മസ് ട്രീൻ്റെ. അതിന് വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇത് സ്റ്റാറിൻ്റെ പെൻഡൻ്റാണ്. വെറുതെ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുവാണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.